4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിന് തിരിതെളിഞ്ഞു. മെക്സിക്കോ സിറ്റിയിലെ ചരിത്രപ്രസിദ്ധമായ അസ്റ്റേക്കെ സ്റ്റേഡിയത്തിൽ 2026 ലോകകപ്പിന് തുടക്കമായി. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ആതിഥേയരായ മെക്സിക്കോയെ നേരിട്ടു. ശ്രദ്ധേയമായത് 2010 ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിലും ഈ രണ്ട് ടീമുകളും പരസ്പരം മത്സരിച്ചു. ആ മത്സരം 1-1 എന്ന സമനിലയിൽ അവസാനിച്ചു. ടൂർണമെന്റ് ആരംഭിച്ച് വെറും 9 മിനിറ്റുകൾക്കുള്ളിൽ ജൂലിയൻ കിനോനസ് ചരിത്രത്തിലേക്ക് നടന്നു കയറി. ദക്ഷിണാഫ്രിക്കയുടെ പ്രതിരോധ പിഴവ് മുതലെടുത്ത് അദ്ദേഹം 2026 ലോകകപ്പിലെ ആദ്യ ഗോൾ സ്വന്തമാക്കി. ലോകകപ്പ് 2026 ആദ്യ മത്സരം ചരിത്രത്തിൽ ഇടം പിടിച്ചത് ഗോളുകൾ കൊണ്ടല്ല, 3 റെഡ് കാർഡുകൾ കൊണ്ടാണ്. ലോകകപ്പ് ഉദ്ഘാടന മത്സരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരേ മത്സരത്തിൽ 3 താരങ്ങൾ പുറത്താവുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ സെഫല്ലോ സിത്തോൾ, തേംബ സ്വാനെ, മെക്സിക്കോയുടെ സെസർ മൊണ്ടസ്. രണ്ടാം പകുതിയിൽ റൗൾ ഹിമിനസ് തന്റെ ഹെഡറിലൂടെ മെക്സിക്കോയുടെ വിജയം ഉറപ്പിച്ചു. 2-0 എന്ന സ്കോറിൽ ജയിച്ച മെക്സിക്കോയ്ക്ക് ഇത് ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിലെ ആദ്യ വിജയമായി. ഉദ്ഘാടന ദിവസത്തിലെ രണ്ടാം മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്കും ഗുഡ്ലാഹരയിൽ ഏറ്റുമുട്ടി. ഗ്രൂപ്പ് എയുടെ ഭാവി നിർണ്ണയിക്കാൻ കഴിയുന്ന നിർണായക പോരാട്ടം. കളിയുടെ ഒഴുക്കിന് വിരുദ്ധമായി ചെക്ക് ആദ്യ ലീഡ് നേടി. ലാഡിസ്ലാവ് ക്രൈച്ചയുടെ ശക്തമായ ഹെഡർ കൊറിയൻ ആരാധകരെ ഞെട്ടിച്ചു. എന്നാൽ കൊറിയ അധികം വൈകാതെ തന്നെ തിരിച്ചടിച്ചു. മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിച്ച ഹാങ്ങിൻ ബോം സമനില ഗോൾ നേടി. അവസാന 10 മിനിറ്റുകൾ ബാക്കിയിരിക്കെ പകരക്കാരനായി ഇറങ്ങിയ ഓഹ്യുൻ ഹ്യൂ വിജയ ഗോൾ നേടി. അതോടെ 1-നെതിരെ 2 ഗോളുകളുടെ അതിഗംഭീര തിരിച്ചുവരവ് ദക്ഷിണ കൊറിയ പൂർത്തിയാക്കി. ആദ്യ ദിനം തന്നെ നമ്മൾ കണ്ടത് ആദ്യ ഗോൾ, ആദ്യ തിരിച്ചുവരവ്, ആദ്യ 3 റെഡ് കാർഡുകൾ, ഒട്ടേറെ നാടകീയ മുഹൂർത്തങ്ങൾ. ലോകകപ്പ് 2026 ആദ്യ ദിനത്തിലെ ആവേശം അവസാനിച്ചതോടെ രണ്ടാം ദിനവും ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് 2 മികച്ച പോരാട്ടങ്ങളാണ്. ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങളാണ് ഇന്ന് അരങ്ങേറുന്നത്. അടുത്ത മത്സര ദിനത്തിലെ എല്ലാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. We discuss all sports